ഞാൻ അനീഷ് താമരക്കുളം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ സംഘം KSRTCക്ക് 40 ലക്ഷം രൂപ അനുവദിച്ചത് മാതൃകാപരമെന്ന് മന്ത്രി CP ജോൺ. മറ്റുള്ള സഹകരണ സംഘങ്ങൾ ഈ മാതൃക പിന്തുടരണമെന്നും CP ജോൺ അഭ്യർത്ഥിച്ചു. നിങ്ങൾക്കെല്ലാം വളരെ പരിചയമുള്ള സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 40 ലക്ഷം രൂപയുടെ ചെക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് കഴിയുന്നത്ര എല്ലാ സഹകരണ സംഘങ്ങളും തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിൽ പ്രത്യേകിച്ചും അതിൻ്റെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും അതിൻ്റെ സ്ഥാപക പ്രസിഡന്റിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, CN വിജേഷ്, അവർക്കെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈ മാതൃക ലാഭകരമായി പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഇന്നലെ ഒരു വാർത്ത നിങ്ങൾക്ക് തരാനുള്ളത്, MLA മാർക്ക്, MP മാർക്ക് നമുക്ക് പറയാനുള്ള പവറില്ല, MLA മാർക്ക് അവരുടെ MLA ഫണ്ടിൽ നിന്ന് KSRTCക്ക് വണ്ടി വാങ്ങിച്ചു തരാനുള്ള ഉത്തരവ് ഇന്നലെ. കോഴിക്കോട് KSRTC ടെർമിനൽ കെട്ടിടത്തിന്റെ നവീകരണം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. KSRTC ടെർമിനൽ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടെർമിനൽ KTDFCയുടെ ഉടമസ്ഥതയിലാണുള്ളത്. ഇത് സംബന്ധിച്ച് കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. ടെർമിനൽ നിർമ്മാണത്തിലെ അപാകതകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിനായി കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള വിദഗ്ധ സമിതി ഉടൻ തന്നെ നിലവിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം സംസ്ഥാനത്തെ KSRTC ഡിപ്പോ കെട്ടിടങ്ങളിലെ മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുമായി എല്ലാ ഡിപ്പോയിലും ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. KSRTC ടെർമിനൽ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര അടർന്നു വീണ ഭാഗവും 1ാം നിലയിലെ ചോർച്ചയും മന്ത്രി പരിശോധിച്ചു. അഡ്വക്കേറ്റ് ജയന്ത് MLA, ATO PK പ്രശോഭം, ടിപ്പ എഞ്ചിനീയർ സുമേഷ് സോമൻ തുടങ്ങിയവർ മന്ത്രിയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കയർ വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട്